സംസ്ഥാനത്ത് ലഭിക്കുന്ന 1600 രൂപയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ നമ്മളുടെ വീടുകളിലുണ്ട് എങ്കിൽ അതും സാമൂഹിക സുരക്ഷാ പെൻഷനായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, അതോടൊപ്പം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ. അപ്പോൾ ഇത്തരം പദ്ധതികളിലെ അംഗങ്ങളാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാന അറിയിപ്പ്. 2025 ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു. സർക്കാർ പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനയുടെ തുടക്കവും ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ എല്ലാ മേഖലകളിലേക്കും ഒരേ സമയത്ത് തന്നെ വ്യാപിച്ച് ഒരു പരിശോധന ഉണ്ടാവുകയില്ല. അത് പരിശോധന നേരിടേണ്ടി വരുന്നത് ഈ പറയുന്ന ചില ഗുണഭോക്താക്കളാണ്. തീർച്ചയായിട്ടും ഈ പെൻഷൻ വാങ്ങുന്നവർ നമ്മളുടെ വീടുകളിൽ ഈ സാഹചര്യങ്ങളുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. പ്രധാനമായിട്ടും നമ്മളുടെ വീട് തന്നെയാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുക. അതായത് വീട് എത്ര സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടാണ്. 2000 സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ ആണ് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകേണ്ടി വരും. നിലവിൽ സർക്കാർ മാനദണ്ഡം, സർക്കാർ ഉത്തരവിൻ പ്രകാരം അനർഹത ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരാണ് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ. ഇനി ഇതല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റാണ്. വരുമാന സർട്ടിഫിക്കറ്റിൽ 1 ലക്ഷവും അതിന് മുകളിലുമൊക്കെ വരുമാനമുണ്ട് എങ്കിലും പെൻഷൻ വാങ്ങുന്നതിൽ നിന്ന് ഗുണഭോക്താവിനെ വിലക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ വീടുകളിൽ എ സി ഉണ്ട് എങ്കിൽ അത് 2000 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീടാണെങ്കിൽ പോലും നമ്മൾ ഈ ചൂടിനെയൊക്കെ അതിജീവിക്കുന്നതിന് വേണ്ടി വീട്ടിൽ എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെൻഷൻ ഗുണഭോക്താവിൻ്റെ റൂമിലാവണമെന്നില്ല. എ സി ഉണ്ടെങ്കിൽ അതൊരു ആഡംബര വസ്തുവായി കണ്ടാണ് നിലവിൽ പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഗുണഭോക്താവിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഫാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് മറ്റു വിഷയങ്ങളില്ല. ഇവിടെ എ സി ഒരു ആഡംബര വസ്തുവായിട്ട് കണക്കാക്കിയാണ് ഇത് ഭൗതിക നിലവാര പട്ടികയിൽ ഉൾപ്പെടുത്തി അങ്ങനെ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സ്ഥലമാണ്. അതായത് നമുക്ക് കൃഷിഭൂമി അല്ലെങ്കിൽ മറ്റെല്ലാ വസ്തുവകകളും കൂടി ഏകദേശം 2 ഏക്കറിനൊക്കെ മുകളിലുണ്ട് എങ്കിൽ അതും കൃത്യമായിട്ട് ഈ ഒരു അനർഹത ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് സംവരണ വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് ഇളവുകളുണ്ട്. അത്രയും സ്ഥലമാകുന്നതിലും തടസ്സമില്ല. പക്ഷേ ഇത് പൊതുവിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെത്തുമ്പോൾ നമ്മളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിക്കും. അതോടൊപ്പം തന്നെ വീടുമായി ബന്ധപ്പെട്ട് വീട് കൃത്യമായിട്ട് അളന്നു തിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വീടിൻ്റെ ചുറ്റുപാട് നിരീക്ഷിച്ച് വീട്ടിൽ എ സി പോലുള്ള വസ്തുക്കളുണ്ടോ എന്നുള്ള പരിശോധനകൾ, അതോടൊപ്പം തന്നെ വാഹനമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. വാഹനം പരിശോധിക്കുമ്പോൾ 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനമാണ് എങ്കിലാണ് നമുക്ക് പിടി വീഴുന്നത്, പെൻഷൻ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങൾ അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മേഖലകളിലും, അതായത് സംസ്ഥാന വ്യാപകമായിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്ന് സംസ്ഥാന ബജറ്റിൽ സർക്കാർ അറിയിച്ചിരുന്നു. പക്ഷേ എല്ലാവരിലേക്കും ഈ ഒരു പരിശോധന എത്തിച്ചേരുകയില്ല. വിവിധ മേഖലകളിൽ ലഭിച്ചിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളാണ് നോക്കുന്നത് എന്നൊരു കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് മാത്രമല്ല, പരാതികൾ ലഭിക്കുന്ന മേഖലകൾ, അതോടൊപ്പം തന്നെ സർക്കാർ തിരഞ്ഞെടുക്കുന്ന ചില മേഖലകൾ, ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും നടത്തപ്പെടുക. അനർഹമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യും. പിന്നീട് സർക്കാർ നിർദ്ദേശത്തിനനുസരിച്ച് പട്ടികയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാന കടമ്പകളായിട്ട് വരുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞു വെക്കേണ്ട പ്രധാന കാര്യങ്ങളാണിത്. ഇതിൽ നാളിതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഈ മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും ആളുകളെ കണ്ടെത്തി പുറത്താക്കുന്നത്. അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അനർഹരായിട്ടുള്ളവരുണ്ടെങ്കിൽ സ്വമേധയാ അവർക്ക് മാറുന്നതിനുള്ള അവസരവും തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ ഫൈൻ ഇല്ലാതെ സ്വമേധയാ മാറുന്നതിനുള്ളൊരു അവസരവും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത്. അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.